സംഗതി ആരോഗ്യത്തിന് ബെസ്റ്റാണ് സുംബ ഡാൻസ്, അതുപോലെ തന്നെ കരാട്ട, കളരിപ്പയറ്റ് എല്ലാം ബെസ്റ്റാണ്. സ്കൂളിൽ സുംബ ഡാൻസ് അവതരിപ്പിച്ചത് ഇക്കൊല്ലമാണ്. കായികക്ഷമത വർദ്ധിപ്പിക്കാനും കുട്ടികളുടെ കായിക ആരോഗ്യവും അതുപോലെ തന്നെ മാനസിക ആരോഗ്യവും സന്തോഷവും ഉല്ലാസവും ഒക്കെ വർദ്ധിപ്പിക്കാനാണ് സംഗീതത്തിൻ്റെ അകമ്പടിയോട് ഉള്ള ഈ വ്യായാമ രീതി സ്കൂളുകളിൽ അവതരിപ്പിച്ചത്. വളരെ പ്രോത്സാഹനജനകമായിരുന്നു, വളരെയധികം കയ്യടിയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ചത്. എന്നാൽ ഇപ്പോൾ അതിനെതിരെ വിമർശനവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ് മുസ്ലിം സംഘടനകൾ. സമസ്തയിലെ നാസർ ഫൈസിയും അതുപോലെ തന്നെ വിസ്ഡം ഇന്ത്യ അതിൻ്റെ പ്രവർത്തകരുമാണ് എതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതേ അവസരം തന്നെ മന്ത്രി പറയുന്നത്, ഇതിനു മുമ്പേ സുംബ ഡാൻസ് ആദ്യം അവതരിപ്പിക്കപ്പെട്ട ദിവസം തന്നെ ഇടത് സർക്കാരിൻ്റെ പതാക, ചുവന്ന കുപ്പായം കൊടുത്തു, മുഖ്യമന്ത്രിയുടെ തലയുള്ള പടം കൊടുത്തു എന്നൊക്കെ വിവാദമുണ്ടായിരുന്നു. സുംബ ഡാൻസ് ഒരു വ്യായാമ മുറയാണ്. കോവിഡ് കാലത്താണ് അത് കേരളത്തിൽ കൂടുതൽ പ്രചാരം ആ രംഗത്തേക്ക് വന്നത്, പ്രചാരത്തിൽ ആയത്. കാരണം ഓൺലൈൻ വഴി ഈ ഡാൻസ് ഒരുപാട് പ്രചരിപ്പിച്ചിരുന്നു. കണ്ണൂരുള്ള ഒരു ലേഡിയാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. അപ്പോൾ അവർ തന്നെയായിരിക്കണം ഇപ്പോഴും ഇതിൻ്റെ പിന്നിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കണ്ണൂരുള്ള ഒരു ലേഡിയാണ് ഈ സുംബ ഡാൻസിൻ്റെ ഒരുപാട് പ്രചാരം നൽകിയ ഒരു ലേഡി. അവർ കോവിഡ് സമയത്താണ് ഇതിൻ്റെ പിന്നാലെ നടന്ന് ഓൺലൈനായി ഈ സുംബ വ്യായാമം എല്ലാവരെയും പഠിപ്പിക്കാനും വീടുകളിലിരുന്ന് മുഷിയണ്ട എന്ന രീതിയിൽ പ്രചരിപ്പിച്ചത്. അതിനു മുമ്പേ തന്നെ ഈ വ്യായാമ മുറ ഉണ്ട് എന്നതാണ് വസ്തുത. കേരളത്തിൽ ഇത് കോവിഡ് സമയത്ത് പ്രചരിച്ചു എന്ന് മാത്രം. ഈ സുംബ ഡാൻസ് എന്തിനാണ് സ്കൂളുകളിൽ അവതരിപ്പിച്ചത്? ലഹരി വ്യാപനം തടയാൻ, കുട്ടികളുടെ മാനസിക ഉല്ലാസമൊക്കെ വേറെ തരത്തിലേക്ക് മാറ്റിവിടുക. അതിന് ഒരുപാട് ക്ലബ്ബുകൾ, SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ഉണ്ട്, അതുപോലെ NCC ഉണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉണ്ട്, NSS ഉണ്ട്, അതുപോലെ പല പല പരിപാടികളുണ്ട്. സ്പോർട്സ് ക്ലബ്ബുണ്ട്, ആർട്സ് ക്ലബ്ബുണ്ട്, അങ്ങനെ പലതും സ്കൂളുകളിലുണ്ട്. അതുപോലെ ഫിസിക്കൽ ട്രെയിനിങ് പീരീഡ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡ് ഉണ്ട്. കായിക അധ്യാപകരെ നിയമിച്ച് കായിക പരിശീലനം നടത്തിയാൽ പോരെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോഴാണ് ഈ സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടിയുള്ള ഈ സുംബ വ്യായാമ മുറ സ്കൂളുകളിൽ അഭ്യസിപ്പിക്കുന്നത്. ഇവിടെ ഈ നാസർ ഫൈസി കൂടത്തായിയും അതുപോലെ തന്നെ TK അഷ്റഫ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതാവ് TK അഷ്റഫും ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ, അവർ എന്തുകൊണ്ടാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് നമ്മൾ പറയുന്നമല്ലോ. അതുപോലെ തന്നെ VP സുഹറയെ പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കളും മുസ്ലിം സമുദായത്തിൽ തന്നെയുള്ള ആളുകളും പറയുന്ന കാര്യവും നമ്മൾ കേൾക്കണം. വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന കാര്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇവൻ അന്തംഗമ്മിയാണ്, അതുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് പറയും. ഈ വ്യായാമ മുറ, ഏത് വ്യായാമ മുറയാണെങ്കിലും അത് വ്യായാമം ചെയ്യാനുള്ളതാണ്. അത് നല്ലതാണെങ്കിൽ, ശരീരത്തിന് നല്ലതാണെങ്കിൽ അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. അത് ആണും പെണ്ണും ഒരുമിച്ച് ചെയ്യുന്നതിനും ഇടകലർന്ന് ചെയ്യുന്നതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഈ സുംബ നൃത്തത്തിന് ഇവർ പറയുന്നത്, ഈ നാസർ ഫൈസിയും TK അഷ്റഫും പറയുന്നത്, അല്പവസ്ത്രധാരികളായി മെയ്യഴക് കാണിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും കുറച്ചുകൂടി പ്രായം ആയ കുട്ടികൾ ഇങ്ങനെ മെയ്യഴക് കാണിക്കാൻ വേണ്ടി, മെയ്യുടെ അഴക് കാണിക്കാൻ വേണ്ടിയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കണമോ സർക്കാരെ എന്നാണ് ഇവരുടെ ചോദ്യം. അതിന് വ്യാപകമായി പ്രതിഷേധം ഉണ്ടാകുമെന്നും ഇവർ പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ പ്രതിഷേധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവുമില്ല. കാരണം ഈ വ്യായാമം അഭ്യസിക്കുന്നതിന് കുട്ടികൾക്ക് ഏതു വേഷം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ യൂട്യൂബ് ലിങ്ക്, ഈ ഡാൻസ് പരിശീലിക്കുന്നതിന് രണ്ടോ മൂന്നോ യൂട്യൂബ് ലിങ്ക് സ്കൂളിലെ അധ്യാപകർ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് പരിശീലിക്കണം, ഈ ഡാൻസ് ഈ വ്യായാമം പരിശീലിക്കാൻ നിങ്ങൾ ഈ വീഡിയോകൾ കാണണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്നത് ഇൻ്റർനാഷണലി ഇത് പെർഫോം ചെയ്യുന്ന ആളുകളാണ്, ഇത് പരിശീലിച്ച ആളുകളാണ് ഇത് ചെയ്യുന്നത്. അവർ അതിനുള്ള സ്യൂട്ടുകൾ, അവർ ഈ വ്യായാമം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കുപ്പായമാണ് ധരിച്ചിരിക്കുന്നത്. അത് ചിലപ്പോൾ ഇറുകിയതായിരിക്കും, അല്പവസ്ത്രമായിരിക്കും, സ്പോർട്സിന് ഇണങ്ങുന്ന തരത്തിലുള്ള ഡ്രസ്സായിരിക്കാം. അതുപോലെ സ്കൂൾ പ്രവൃത്തി സമയത്ത് കുട്ടികൾ അതേ വേഷത്തിൽ ചെന്ന് നിന്ന് ഇങ്ങനെ വ്യായാമമൊന്നും ചെയ്യുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. ഇടകലർത്തി കുട്ടികളെ നിർത്തി നിങ്ങൾ അല്പവസ്ത്രം ധരിച്ചു വന്നെന്ന് ചെയ്യണം എന്നൊന്നും ചെയ്യില്ല. ഇപ്പോൾ യോഗ ചെയ്യുന്നു. യോഗയ്ക്ക് ആളുകളെല്ലാവരും ട്രാക്ക് സൂട്ടും പലതരത്തിലുള്ള കുപ്പായമിട്ട് പലരും യോഗ ചെയ്യുന്നുണ്ട്. യോഗ സ്കൂളുകളിൽ പ്രാക്ടീസ് ചെയ്യുന്ന എത്രയോ സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെയാണോ നടക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഈ വേഷത്തിൻ്റെ കാര്യത്തിലോ അങ്ങനെ ഒന്നും ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവും സുംബ ഡാൻസിന് ഇല്ല എന്നതാണ് വസ്തുത. അതിനകത്ത് ഇങ്ങനെ ഈ നാസർ ഫൈസി കൂടത്തായോ അതുപോലെ TK അഷ്റഫോ പറയുന്നത് പോലുള്ള പ്രശ്നങ്ങൾ കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഈ യൂട്യൂബ് ലിങ്ക് പിടിച്ചിട്ട്
ഇവർ ഇത്രയും ബുദ്ധിഹീനമായി പ്രതിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് പറയേണ്ടത്? യൂട്യൂബ് ലിങ്ക് കൊടുക്കുന്നത് എന്തിനാണ്? യൂട്യൂബ് ലിങ്ക് ഏറ്റവും നന്നായിട്ട് സുംബ ഡാൻസ് പെർഫോം ചെയ്യുന്ന 1-2 ഗ്രൂപ്പുകളുടെ അവരുടെ മ്യൂസിക്കും അവരുടെ പെർഫോമൻസുമാണ് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. അത് ഏറ്റവും മികച്ച രീതിയിൽ കൊടുക്കുക. അവർ അതുപോലെ തന്നെ യൂണിഫോം അതുപോലെ ആയിരിക്കണം. നിങ്ങൾ ഇങ്ങനെ കുപ്പായം ധരിച്ചു വേണം ഈ സുംബ പ്രാക്ടീസ് ചെയ്യാൻ ക്ലാസ്സിൽ വരേണ്ടത്, അല്ലെങ്കിൽ സുംബ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നൊന്നും ആരും ശഠിക്കുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഏത് വേഷം ധരിച്ചു വേണം നിങ്ങൾക്ക് ചെയ്യാമത്. എന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രി കാസർഗോഡുള്ള ഒരു സ്കൂളിൻ്റെ, ഒരു മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ പല വേഷത്തിൽ തട്ടമിട്ട പെൺകുട്ടികളുണ്ട്, തട്ടമിടാത്ത പെൺകുട്ടികളുണ്ട്, ചുരിദാർ ഇട്ടവരുണ്ട്. അങ്ങനെ പല വേഷം ധരിച്ച കുട്ടികളാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ വേഷം ഒരു പ്രശ്നമല്ല. ആൺകുട്ടികളും പെൺകുട്ടികളും, പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് നിൽക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്നാണ് ശ്രീമതി സുഹ്റ ചോദിക്കുന്നത്. എന്താണ് കുഴപ്പം? ഈ കാലഘട്ടത്തിൽ എന്താണ് ബഹിരാകാശ രംഗത്ത് വരെ സ്ത്രീകൾ അവരുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. എല്ലായിടത്തും ആണും പെണ്ണും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ഒരുപാട് കാര്യങ്ങൾ വളരെ വിജയകരമായി പൂർത്തിയാക്കുന്നു. അല്ലാതെ ഈ അടച്ച മുറികളിൽ അടച്ചുപൂട്ടിയിരിക്കേണ്ടവരാണ് സ്ത്രീകളെന്ന ഇടുങ്ങിയ ചിന്താഗതിയുടെയൊക്കെ കാലം കഴിഞ്ഞുപോയി. ഇങ്ങനെ ഒരുമിച്ച് വളരേണ്ടവരാണ്. അല്ലാതെ ഇങ്ങനെ സുംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്താൽ ഉടനെ തന്നെ ലഹരി പാർട്ടികളിലേക്കും DJ പാർട്ടികളിലേക്കും കുട്ടികൾ പോകുമെന്ന് ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകും, വ്യക്തി സ്വാതന്ത്ര്യവും ധാർമ്മിക ബോധവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയക്കേണ്ട കാര്യവും ഇതിനകത്ത് വരുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നെ എന്തിനേയും വിമർശിക്കാനുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ. അമ്മയെ കൊന്നാലും 2 പക്ഷം പിടിക്കുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് ഇതിനെയും വിമർശിക്കാമെന്ന് പറഞ്ഞ് വിമർശിക്കുന്നു ഈ നാസർ ഫൈസിയും അതുപോലെ തന്നെ TK അഷ്റഫും എന്ന് പറഞ്ഞ് പോകാനേ കഴിയുകയുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുംബ ഡാൻസ് എന്ന് പറയുന്നത് ഒരു വ്യായാമ മുറയാണ്. നല്ല അടിച്ചുപൊളി, നല്ല താളാത്മകമായ അല്ലെങ്കിൽ താളത്തിനൊത്ത് സംഗീതത്തിനൊത്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും ആയാസം ലഭിക്കുന്ന വ്യായാമ മുറയാണ്, ഒരു നൃത്ത മുറയാണ്. അത് അഭ്യസിക്കുന്നത് കൊണ്ട് ശരീരത്തിനും മനസ്സിനും ആയാസം ലഭിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന് ഇന്ന വേഷം വിധാനം വേണമെന്ന് സ്കൂൾ മാനേജ്മെൻറ്റോ സ്കൂൾ അധികാരികളോ വിദ്യാഭ്യാസ വകുപ്പോ ശഠിക്കുന്നില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഡാൻസ് ചെയ്യണമെന്ന് ശഠിക്കുന്നില്ല. ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന മിക്സഡ് സ്കൂളുകളിൽ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമില്ല. പിന്നെ കായിക പരിശീലനത്തിന് പ്രത്യേക മണിക്കൂറുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, അധ്യാപകരുണ്ട്. കായിക പരിശീലനം വേറെയാണ്. ഇത് അല്ലാതെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമാണിത്. ലഹരിക്ക് എതിരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമാണ് സുംബ പരിശീലനം. അല്ലാതെ മറ്റൊരു പാഠ്യപദ്ധതിയുടെ ഭാഗമോ അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര മാർക്കുണ്ടെന്നോ അങ്ങനെ യാതൊന്നും ഇതിനകത്ത് ഇല്ലതാനും. അതുകൊണ്ട് ഇവരുടെ പരിഭവവും പ്രതിഷേധവുമൊക്കെ അസ്ഥാനത്താണ്. പിന്നെ ആണും പെണ്ണും ഒരുമിച്ചിരിക്കുന്നത്, ഒരേ ക്ലാസ് മുറിയിൽ ഇരിക്കുന്നത്, ഒരുമിച്ച് പഠിക്കുന്നത് അതൊന്നും ഇവരുടെ സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ ധാർമ്മിക ബോധത്തെയോ ഒന്നും ബാധിക്കുന്നതല്ല. സുംബ ഡാൻസ് പരിശീലിച്ചാൽ ഉടനെ കുട്ടികളൊക്കെ DJ പാർട്ടിയിലേക്കും അതുപോലെ തന്നെ ലഹരി പാർട്ടിയിലേക്കും പോകുമെന്ന മൗഢ്യത്തിൽ നിന്ന് ഈ മുസ്ലിം സംഘടനകളൊക്കെ ഉണരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല സുഹൃത്തുക്കളെ.